നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിപ്പുളിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ ഉള്ളിയാണെങ്കിൽ നമുക്കിത് രണ്ടായിട്ട് പൊളന്നെടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അവരവരുടെ ഇഷ്ടത്തിനെടുക്കാം. പക്ഷെ നമ്മൾ ചെറിയ ഉള്ളിയായത് അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഉള്ളിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുന്നതായിരിക്കും അത്രയും നല്ലത്. കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരല്പം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് അവിടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരട്ടെ, നമുക്ക് മൂടി വയ്ക്കാം. തുറന്നു നോക്കാം. ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളി മുറിക്കാതെ ഇട്ടെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ കിടക്കുന്നത് കാണുമ്പോഴാണ് ആ കറി കാണാൻ തന്നെ നല്ലൊരു രസമായിരിക്കും, ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിക്കാതെ ചെറിയ ഉള്ളി നോക്കി പൊളിച്ചെടുത്തത്. ഈ ഉള്ളിയിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, അത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി ഇതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വരണം. പക്ഷെ ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ തന്നെ മുത്തുമണി പോലെ തന്നെ കിടക്കണം. അത് കാണാനാണ് നല്ല ഭംഗിയാണ്, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമുക്ക് ആ ഉള്ളി കഴിക്കുമ്പോഴേക്കും. ഇത് ചിലയിടങ്ങളിൽ കല്യാണ സദ്യക്ക് ഇതേപോലെ തൊടുകറിയായിട്ട് വെച്ച് വിളമ്പാറുണ്ട്. നമുക്ക് ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. മുളകിൻ്റെയും മല്ലിയുടെയും പച്ചക്കുത്തൊക്കെ മാറി വരട്ടെ. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വയ്ക്കാം. 2 മിനിറ്റോളമായിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി വേവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെക്കുന്നത്. ഉള്ളിയുടെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്.
ഒരു നെല്ലിക്ക വലിപ്പോളം വാളംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പുളി നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കാം. നമ്മൾ പാൽക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. എല്ലാം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഒത്തിരി വെള്ളം ചേർക്കാം. നമ്മൾ ഇലയിലൊക്കെ വിളമ്പുകയാണെങ്കിൽ കറി ഒലിച്ചു പോരുത് വയ്ക്കുമ്പോൾ തൊടുകറിയുടെ രീതിയിൽ വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ചോറിനാകുമ്പോൾ ഒരല്പം ഗ്രേവി കൂടിയാകാം. മൂടി വയ്ക്കാം. എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരല്പം ശർക്കര പൊടിച്ചതാണ്. ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കൊരു കൂട്ടാൻ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പഞ്ചസാരയും ചേർത്തില്ലേ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. കറി ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നുകൂടെ വറ്റി വരും. ഉപ്പും പുളിയും മധുരവും ആ കായത്തിൻ്റെ ചുവയും വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ ഒക്കെ ചേർത്ത് വന്നപ്പം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പുളി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.